കഴിഞ്ഞ ദിവസം കൂടിയും പേളിയും ശ്രീനിഷും കൂടി സംസാരിച്ച ചില കാര്യങ്ങളിൽ ശ്രീനിവാസനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വൈറലാകുന്ന ശ്രീനിവാസന്റെ ഇന്റർവ്യൂകൾ പരിശോധിച്ച് നോക്കിയാൽ അതിലൊന്ന് പണ്ടൊരിക്കൽ പേളി അവതാരകയായി എത്തി മമ്മൂട്ടിയെയും ശ്രീനിവാസനെയും ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്ത ഒരു ഇന്റർവ്യൂ തന്നെയായിരിക്കും. അത് ശരിക്കും ജീവിതത്തിൽ പേളിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാണ് എന്ന് പേളി എപ്പോഴും പറയാറുണ്ട്. അങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ വളരെയധികം സന്തോഷവതിയാണ് എന്ന് പേളി എപ്പോഴും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി പേളി പറഞ്ഞിരുന്നു, ഇങ്ങനൊരു മൊമെൻ്റ് എനിക്ക് വേണം. മമ്മൂട്ടി സാറിനെയും ശ്രീനിവാസൻ സാറിനെയും ഞാൻ ഈ വേദിയിൽ കൊണ്ടുവരും എന്ന പേളിക്ക് ആഗ്രഹമുണ്ടെന്നും ശ്രീനിഷിനോട് കഴിഞ്ഞ ദിവസം തന്നെയാണ് സ്റ്റോറിയായി പേളി പറഞ്ഞത്. അത് ആരാധകരോടും പേളി പറയുകയും ചെയ്തു. ഉടനടി പദ്ധതിയിട്ടിരുന്ന ഒരു മീറ്റപ്പ് തന്നെയായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം ആ ഇൻ്റർവ്യൂ വീണ്ടും കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ഒന്നുകൂടി കാണണമെന്ന് അതിയായ ആഗ്രഹം പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. പേളിയുടെ ഇൻ്റർവ്യൂകളെല്ലാം വളരെയധികം രസത്തിൽ ചാലിച്ച ഇൻ്റർവ്യൂകൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അധിക ഇൻ്റർവ്യൂകളൊന്നും തന്നെ ശ്രീനിവാസൻ കൊടുക്കാറുമില്ലായിരുന്നു. എന്നാൽ വിനീതിനോടും ധ്യാനിനോടും ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് പേളി നേരത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. പ്രേക്ഷകർ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ചിന്തിക്കുന്നത്. ഞങ്ങളും ആ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചതേ ഉള്ളൂ. നല്ല രസമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. ഇതാ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അതിലൊരാൾ ഇന്ന് ജീവനോടെയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പേളിയെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചതും അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചതുമെല്ലാം വിധി തന്നെയാണ്, അല്ലാതെ എന്തു പറയാനാണ്. അത്രമാത്രം വിഷമമാണോ അത്രമാത്രം സ്നേഹമാണോ ഈ ഒരു നിമിഷം തോന്നുന്നത് എന്ന് അറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേദനയാണ് ഇപ്പോൾ ആ വാർത്ത കാണുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് എന്ന് പറയുന്നു. ആ ഇൻ്റർവ്യൂ വീണ്ടും കാണണമെന്നും അങ്ങനൊരു കോംബോ വീണ്ടും കാണണമെന്ന് അതിയായി ആഗ്രഹമുണ്ടായിരുന്നു. മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം അത്രയിൽ തകർത്ത് അഭിനയിച്ചൊരു വ്യക്തി. അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയണം. അത്രമാത്രം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്ന ശ്രീനിവാസനാണ് ഇന്ന് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ 69-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയത്. മരണത്തെപ്പോലും പലപ്പോഴും തോൽപ്പിച്ച വ്യക്തി എന്ന് തന്നെ ശ്രീനിവാസനെ വിശേഷിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സ്ട്രോക്ക് വന്ന് അദ്ദേഹം കിടപ്പിലായതിനു ശേഷം അദ്ദേഹം ആ കിടക്കയിൽ നിന്ന് വളരെയധികം വിപ്ലവകരമായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കട്ടി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേജ് താണ്ടാത്ത പലരുമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും ഈ സ്റ്റേജുകളെല്ലാം താണ്ടി അദ്ദേഹം മുൻപന്തിയിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു. അത്രയേറെ മനക്കട്ടിയുള്ളൊരു വ്യക്തി. എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല. ഞാൻ വിചാരിക്കാതെ മരണത്തിന് എൻ്റെ അരികിലേക്ക് വരാനാകില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവനെല്ലാം തന്നെ വലിയ വില കൽപ്പിച്ചിരുന്ന, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചിരുന്ന, സാധാരണക്കാർക്ക് വേണ്ടിയും ഇവിടെ സിനിമകൾ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.